ഹായ്, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാണ്. പെർസെൻറ്റേജിൻ്റെ 4ാമത്തെ വീഡിയോ. അതായത് ഇതൊരു പക്ഷേ നിങ്ങൾ വളരെ കോമൺ ആയിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ഒക്കെ കാണുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. ചോദ്യം ആദ്യം നോക്കാം, എന്നിട്ട് മെത്തേഡ് വരും പറയാം. അതായത് ഇഫ് എ സാലറി ഓഫ് എ പേഴ്സൺ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 50%. അത് ഒരാളുടെ ശമ്പളം ആദ്യം 15% കൂട്ടി. ഓക്കെ, അപ്പോൾ അയാൾക്കൊരു 100 രൂപയാണ് വരുമാനം എന്നിരിക്കട്ടെ. അയാളുടെ വരുമാനം ആദ്യം 15% കൂട്ടി. അതിനുശേഷം എത്ര കൂട്ടി? കുറച്ചു, 12% കുറച്ചു. അങ്ങനെ എന്താണ് നെറ്റ് ചേഞ്ച്? അപ്പോൾ ഇവിടെ ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്കൊരു സാലറി ഉണ്ടായിരുന്നു. ആ സാലറി ആദ്യം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. എങ്കിൽ പുതിയ സാലറി എത്ര? ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് പ്ലസ് ചെയ്തതിൻ്റെയും മൈനസ് ചെയ്തതിൻ്റെയും കൂടെയുള്ള കോമ്പിനേഷനാണ് ചോദിക്കുന്നത്. ആദ്യം ഒന്ന് കൂട്ടി, എന്നിട്ട് പിന്നീട് കുറച്ചു. അപ്പോൾ ഉണ്ടാകുന്ന നെറ്റ് ചേഞ്ചാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് കണക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, ഇഫ് എ നമ്പർ ഈസ് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ, എന്തെന്നെ ആയിക്കോട്ടെ. ആദ്യം എത്ര ചേഞ്ച് ചെയ്തു? X% ചേഞ്ച് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഒരു Y% ചേഞ്ച് ചെയ്തു. എങ്കിൽ നെറ്റ് ചേഞ്ച് എത്ര? ഓക്കെ, നെറ്റ് ചേഞ്ച് അപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓർക്കാൻ എളുപ്പമാണ്, എക്സും വൈയും ഉണ്ടല്ലോ, രണ്ട് ചേഞ്ച് ഉണ്ട്. അപ്പം X + Y + XY / 100%. അതാണ് നെറ്റ് ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കിട്ടിയ പെർസെൻറ്റേജിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി നിങ്ങൾക്ക് ആൻസർ പറയാം. പോസിറ്റീവ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യപ്പെട്ടു, നെഗറ്റീവ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് മനസ്സിലാക്കാം? ഡിക്രീസ് ചെയ്തു. അതാണ് പറയുന്നത്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ആയിരിക്കും സംഭവിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ കണ്ടുപിടിക്കുന്ന പെർസെൻറ്റേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശമ്പളം ഇൻക്രീസ് ചെയ്തു, അതായത് പോസിറ്റീവ് ആണ്. ഇൻക്രീസ് ചെയ്തു എന്നുണ്ടാണെങ്കിൽ നിങ്ങൾ എക്സിൻ്റെ വില എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് എടുക്കണം. മനസ്സിലായി? ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എക്സ് പോസിറ്റീവ് എടുക്കണം. നേരെ മറിച്ച് കുറഞ്ഞു എന്നാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് വേണം ചൂസ് ചെയ്യാൻ. ഇത്രേ ഉള്ളൂ എൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പം അടുപ്പിച്ച് തുടർച്ചയായിട്ടുള്ള രണ്ട് ചേഞ്ചുകൾക്ക് ശേഷം എന്താണ് വാല്യൂ എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണിത്. ആദ്യം ഒരു എക്സ് ചേഞ്ച് ഉണ്ടാകുന്നു, പിന്നെ ഒരു വൈ ചേഞ്ച് നടക്കുന്നു, എങ്കിൽ ടോട്ടൽ ചേഞ്ച് എത്ര? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണക്കിലേക്ക് ഇനി തിരിച്ചു വരാം. നമ്മുടെ പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്? ഒരാളുടെ സാലറി ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എക്സ് അപ്പം എത്ര എടുക്കണം? 15 എടുക്കാം. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഡിക്രീസ്ഡ് ബൈ 12%. ഡിക്രീസ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ എടുക്കേണ്ടത്? -12. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇതിൻ്റെ നെറ്റ് ചേഞ്ച് കണ്ടുപിടിക്കുക. ഓക്കെ, നെറ്റ് ചേഞ്ച് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ X + Y + XY / 100. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 15, വൈയുടെ സ്ഥാനത്ത് -12, XYയുടെ പ്രോഡക്റ്റ് വില കണ്ടുപിടിക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും 1.2%. 1.2% എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ട് സാലറി ഹൈക്കാണ് ഇപ്പോൾ ഉണ്ടായത്, അല്ലെങ്കിൽ സാലറി ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം 15% കൂട്ടിയിട്ട് പിന്നെ 12% കുറച്ചു എന്ന് പറയുമ്പം ടോട്ടാലിറ്റി നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ശമ്പളം കൂടിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഐഡിയ. ഒരു കണക്ക് നോക്കാം. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ. ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. എത്ര? 25% ഡിക്രീസ് ചെയ്തു. ഒന്നാമത്തെ വർഷം 2024 പോപ്പുലേഷൻ 25% ഡിക്രീസ് ചെയ്യപ്പെടുന്നിരിക്കട്ടെ. അടുത്ത വർഷം 40% കുറവ് സംഭവിച്ചെന്നിരിക്കട്ടെ. പറഞ്ഞു മനസ്സിലായി? അതായത് 2023 ഒരു കുറവ് സംഭവിച്ചു, 2024 ഒരു കുറവ് സംഭവിച്ചു. എങ്കിൽ ടോട്ടലി നമ്മുടെ തുടങ്ങിയ വർഷം വെച്ചിട്ട് നോക്കുമ്പോൾ മൊത്തത്തിൽ എത്ര ചേഞ്ച് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ തുടർച്ചയായി 2 സക്സസീവ് ഇയേഴ്സിലെ കണക്കാണ് തന്നിരിക്കുന്നത്. എങ്കിൽ നെറ്റ് ചേഞ്ച് എത്രയാണ്? ഈ 2 വർഷം കൊണ്ട് വാട്ട് പെർസെൻറ്റ് പോപ്പുലേഷൻ ഈസ് ഡിക്രീസ്ഡ് ആഫ്റ്റർ 2 ഇയേഴ്സ്. ആഫ്റ്റർ 2 ഇയേഴ്സ് നോക്കുമ്പോൾ നമുക്ക് എത്ര കുറവ് വന്നു എന്ന് കണ്ടുപിടിക്കണം.
അപ്പോൾ ഇവിടെ രണ്ടും ഡിക്രീസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ എക്സിൻ്റെ വിലയും -25 എടുക്കണം, വൈയുടെ വില -40 എടുക്കണം. സോ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്തും വൈയുടെ സ്ഥാനം നമ്മുടെ ഇക്വേഷൻ കൊണ്ട് ഉപയോഗിക്കുക. x + y + xy/100 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. എക്സിനും വൈക്കും വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമ്മൾ സോൾവ് ചെയ്യുന്നു. നമുക്ക് ഉറപ്പായിട്ട് ആൻസർ -ൽ വരാൻ പോകുന്നുള്ളൂ. -55% നേടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? 2 വർഷത്തിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 55% ഡിക്രീസ് എവിടെ ഉണ്ടായിട്ടുണ്ട്? ആ പോപ്പുലേഷനിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇതേ ഇക്വേഷൻ ഉപയോഗിക്കുന്ന മറ്റൊരു കോണ്ടെക്സ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. സെയിം ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കോണ്ടെക്സ്റ്റ്, അതായത് ഇഫ് 2 പാരാമീറ്റേഴ്സ് എ ആൻഡ് ബി, അതായത് ഇനി പഠിപ്പിക്കാൻ പോണ കാര്യം ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇത് കണ്ടോളൂ. ഇഫ് ദ സൈഡ്, ഒരു പ്രോബ്ലത്തിൽ നോക്കാം. ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, അതായത് സ്ക്വയർ, രണ്ട് സൈഡ് ഒരേ ലെങ്ത് ഉള്ള സാധനം. ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്? 20% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഏതെങ്കിലും സൈഡ് നമ്മൾ ഈ കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ഏരിയയ്ക്ക് എന്ത് സംഭവിക്കും? ഏരിയയും ഡെഫിനറ്റായിട്ട് ഒരു സം പെർസെൻറ്റേജിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എത്രയാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ സൈഡും ഈ സൈഡിൻ്റെ നീളം തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഏരിയ എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായ കാര്യം, ഇവർ ക്വസ്റ്റ്യൻ പക്ഷേ സൈഡ് ഓഫ് എ സ്ക്വയർ, ഒരു സൈഡ് ഇൻക്രീസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം സ്ക്വയർ ആണ്. അപ്പോൾ ഒരു സൈഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നാച്ചുറലി നമ്മുടെ മറ്റേ സൈഡും എന്ത് ചെയ്തേ പറ്റൂ? മറ്റേ സൈഡും അപ്പം നമ്മൾ ഇൻക്രീസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോഴേ അത് സ്ക്വയർ ആകത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലായി? സ്ക്വയർ ആണെങ്കിൽ ഒരു സ്ക്വയർ എന്ന് വെച്ചാൽ 4 വശങ്ങൾ ഒരേ നീളമുള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? സൈഡ് ഇൻറ്റു സൈഡാണ് എന്ത്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം ചോദ്യത്തിൽ ഇവർ ഒരു സൈഡ് മാറ്റുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളെങ്കിലും നെറ്റ് എഫക്റ്റ് 2 സൈഡ് നമ്മൾ മാറ്റണം, എന്നാലേ നമുക്ക് ഏരിയ കിട്ടത്തുള്ളൂ. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ളതല്ലേ നമ്മുടെ ഇക്വേഷൻ. ലെങ്തും ബ്രെഡ്ത്തും ഇവിടെ സെയിം ആയിരിക്കും, കാരണം സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം ഇതും ചുരുക്കി പറയാൻ നമ്മൾ നേരത്തെ പഠിച്ച അതേ കണക്ക് തന്നെയാണ്. കാരണം എന്താ? ആദ്യം ഒരു എക്സ് ചേഞ്ച് ഉണ്ടാകുന്നു, പിന്നെ ഒരു വൈ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. നെറ്റ് ചേഞ്ച് ആണ് അപ്പോൾ നമുക്കറിയേണ്ടത്. സോ നമ്മുടെ ഇക്വേഷൻ സെയിം ആണ്. അപ്പോൾ അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇഫ് 2 പാരാമീറ്റേഴ്സ് എ ആൻഡ് ബി ആർ മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ 2 പാരാമീറ്റേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്കൊരു വാല്യൂ കിട്ടുന്നത്. 2 പാരാമീറ്റേഴ്സ് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പം വോളിയമോ അല്ലെങ്കിൽ ഏരിയയോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്വാണ്ടിറ്റി കിട്ടുന്നത്. ഇപ്പോൾ റവന്യൂവോ എന്തെങ്കിലും കിട്ടുന്നുണ്ടേ. അപ്പം ഇതിൽ നമ്മൾ 2ഉം മാറ്റണം, എന്നാലേ ഈ ക്വാണ്ടിറ്റിക്ക് മാറ്റം സംഭവിക്കത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള ചേഞ്ച് നടത്തുന്നുണ്ട്. അതാണ് അവർ പറയുന്നത്. ഇഫ് എ ഈസ് ചേഞ്ച്ഡ്, അതുകൊണ്ടെങ്കിൽ ഡിക്രീസും ആകാം ഇൻക്രീസും ആകാം, ബൈ X%. അനദർ പാരാമീറ്റർ ബി ഈസ് ചേഞ്ച്ഡ്, അത് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ Y%. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ചേഞ്ചുകൾ ഇവിടെ സംഭവിക്കുന്നില്ലേ? നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് പോലെ തന്നെ ആദ്യം ഒരു എക്സ്ചേഞ്ച്, പിന്നെ ഒരു വൈ ചേഞ്ച്. എങ്കിൽ നെറ്റ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ പഴയത് തന്നെ x + y + xy/100%. അപ്പോൾ അതിൻ്റെ വില പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നത് വെച്ചിട്ട് നമുക്കിത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിച്ചത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിനി കണക്കിലേക്ക് പോകാം. ഒരു സ്ക്വയറിൻ്റെ, നമുക്കറിയാം സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ സംഭവത്തിലേക്ക് നമ്മുടെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത്? ഏരിയ. ഓക്കെ, ഇതാണ് ഒരു റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, റെക്റ്റാങ്കിൾ ആകുമ്പം സൈഡ് 2 നീളവും വീതിയും ഡിഫറൻ്റ് ആയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നത് സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? ലെങ്തും ബ്രെഡ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുക, സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ എത്ര? 20% ഇൻക്രീസ് ചെയ്തു. അപ്പം ഇപ്പോൾ ലെങ്ത് 20% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി എന്തും ഇൻക്രീസ് ചെയ്തേ പറ്റത്തുള്ളൂ, ബ്രെഡ്ത്തും ഇൻക്രീസ് ചെയ്തേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? സ്ക്വയർ ആകുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും എന്താണ്? സെയിം ആണ്. സോ രണ്ടും 20%.
അപ്പോൾ ഇനി നമുക്കപ്പോൾ നെറ്റ് ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ കൊണ്ട് ഉപയോഗിക്കാം എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. അപ്പോൾ രണ്ടിടത്ത് നമ്മൾ എക്സിൻ്റെ പ്ലേസിനും വൈയുടെ പ്ലേസിലും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് ആൻസർ എത്ര കിട്ടും? 44% കിട്ടും. സോ ഇൻക്രീസ് ആണ് ഉണ്ടായത്. ഇനി നമുക്ക് വേറെ രണ്ടെണ്ണം കൂടെ നോക്കാം. അതായത് റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2%. ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഇതാണ് റേഡിയസ് എന്ന് പറയുന്ന സാധനം. ആ റേഡിയസ് എത്ര കൂട്ടുന്നു? 2% കൂട്ടുന്നു എങ്കിൽ ഫൈൻഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ ഏരിയ. അപ്പം ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ പൈ ആർ ഇൻറ്റു ആർ. ഇതിൽ പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ്, അതിന് മാറ്റമൊന്നും ഉള്ള വിലയല്ല. അപ്പോൾ ഇവിടെ മാറ്റം സംഭവിക്കുന്നത് എവിടെയാണ്? ഈ ആർ ഇൻറ്റു ആർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ചേഞ്ച് സംഭവിക്കാൻ പോണേ. നോക്കിയേ, ഇവിടെയും രണ്ട് വിലയുണ്ട്. ആർ 2 ടൈംസ് വരുന്നുണ്ട്, അത് ആർ ഇൻറ്റു ആർ എന്നാണ്. അപ്പം ചോദ്യത്തിൽ റേഡിയസ് 2% ചേഞ്ചേ ഉള്ളൂ എന്ന് പറയുന്നെങ്കിലും 2 തവണ ആ 2% ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ ഏതായിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. മനസ്സിലായോ? കാരണം ഏരിയയുടെ ഇക്വേഷൻ പൈ റേഡിയസ് ഇൻറ്റു റേഡിയസ്. കാരണം 2 തവണ നമുക്ക് ഇവിടെ റേഡിയസ് വരുന്നുണ്ട്. സോ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടും. സോ ഇത് പോസിറ്റീവ് വില ആയതുകൊണ്ട് നമുക്ക് പറയാം ഇൻക്രീസ് ആണ് സംഭവിച്ചെന്ന് പറയാം. ഇനി മറ്റൊരു കണക്ക്, ടാക്സ് ഓൺ എ കമ്മോഡിറ്റി. ഒരു വസ്തുവിൻ്റെ ടാക്സ് എന്ത് ചെയ്യുന്നു? ആ കുറയ്ക്കുന്നു. ഡിമിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കുന്നു. എത്ര ശതമാനം കുറയ്ക്കുന്നു? ആ 15% കുറയ്ക്കുന്നു. ആൻഡ് ഇറ്റ്സ് കൺസംഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ എത്ര? ആ 10%. ഓക്കെ, വസ്തുവിൻ്റെ ടാക്സ് കുറയ്ക്കുന്നു, പക്ഷെ കൺസംഷൻ എത്ര കൂടുന്നു? 10% കൂടുന്നു. ഓക്കെ, അപ്പം ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരാൻ പോണത്? റവന്യൂ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു വസ്തുവിൻ്റെ പുറത്തുള്ള ടാക്സ് ടൈംസ് എത്ര? ആ എന്തും വേണ്ടി ഉപയോഗിക്കുന്നു? കൺസംഷൻ. ഓക്കെ, ഇത് വെക്കുമ്പോഴാണല്ലോ നമുക്ക് റവന്യൂ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടുന്നത്. ടാക്സ് ഇൻറ്റു കൺസംഷൻ ആണെന്ത്? ആ റവന്യൂ. ഓക്കെ, അപ്പം ആദ്യം ടാക്സ് എത്ര ശതമാനം കുറയ്ക്കുന്നു? 15% കുറയ്ക്കുന്നു. സോ -15. കൺസംഷൻ എത്ര കൂടുന്നു? ആ 10%. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില -15 ആയിട്ടും വൈയുടെ വില 10 ആയിട്ടും ചൂസ് ചെയ്യാം. സോ നമ്മൾ വീണ്ടും അതേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുന്നു. സോ എക്സിൻ്റെ പ്ലേസിൽ -15, വൈയുടെ പ്ലേസിൽ 10 കൊടുക്കുന്നു. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് -6.5 എന്നാണ്. മൈനസ് ആയതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം നമ്മൾ ഈ പഠിച്ച 2 മെത്തേഡിനും ഒരേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100% എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവോ നെഗറ്റീവോ എന്ന് ചൂസ് ചെയ്യുന്നത് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ.